നമസ്കാരം. IPL-ൽ വളരെ ഒരു മോശം ടീം ഉണ്ടെങ്കിൽ അത് രാജസ്ഥാൻ റോയൽസാണ്, പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസ് നേരെയുള്ള ഒരു മത്സരമാണ് അത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. ഈ ഒരു മോശം ടീം എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായും സമൂഹ മാധ്യമങ്ങളിൽ നേരെ കല്ലിറക്കം ഉണ്ടായേക്കാം. പക്ഷേ മോശം എന്ന് പറയുന്നതിന് കാരണങ്ങളും കൂടിയുണ്ട്. അത് ക്യാപ്റ്റൻസിയുടെ പ്രശ്നങ്ങളും കൊണ്ട് മാത്രമല്ല, കോച്ചിൻ്റെ പ്രശ്നങ്ങളും കൊണ്ടും പ്ലെയേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ടീം ഫോർമേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുകൊണ്ടാണ് അങ്ങനെ തോന്നിപ്പോകുന്നത്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ 188 റൺസായിരുന്നു ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും ചേർന്ന് അടിച്ചത്. മത്സരം സൂപ്പർ ഓവറിലേക്ക് പോവുകയും ചെയ്തു. സൂപ്പർ ഓവറിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ധ്രുവ് ജുറലിൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു റണ്ണ് നേടാതിരിക്കുന്നത് തൊട്ട്, ബൗളേഴ്സ് യൂസ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പാകപ്പിഴ തൊട്ട്, ഫീൽഡിങ്ങിൽ വരുന്ന മിസ്റ്റേക്സുകൾ തൊട്ട് രാജസ്ഥാൻ റോയൽസിന് ഈ സീസൺ ഒരു വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിറയുന്നതാണ്. തുഷാർ ദേശ്പാണ്ഡെ എന്ന ബൗളറിനെ കുറിച്ച് നമുക്ക് ആദ്യം എടുക്കാം. ഏതെങ്കിലും ഒരു മത്സരം ഒരു എക്കോണമിക്കലായി തുഷാർ ദേശ്പാണ്ഡെ കളിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹത്തിൻ്റെ IPL സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ പോലും എക്കോണമി ഈസ് 9.4. അതായത് ഒരു ബൗളറിൻ്റെ ഓവറോൾ എക്കോണമിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 9.4 ആണ് തുഷാർ ദേശ്പാണ്ഡെയുടെ എക്കോണമി. വിക്കറ്റ്സ് നേടുന്നതിൽ മാത്രമല്ലല്ലോ മത്സരം, റൺസ് എത്ര വിട്ടുകൊടുക്കാതിരിക്കുന്നു എന്നതും കൂടിയാണ് ഒരു ബൗളറിൻ്റെ കഴിവ്. അതുകൊണ്ട് തന്നെ തുഷാർ ദേശ്പാണ്ഡെയെ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് രാജസ്ഥാൻ മാനേജ്മെൻറ്റ് കളിപ്പിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. 2, രാജസ്ഥാൻ ഈ സീസണിൽ റീറ്റെയിൻ ചെയ്ത പ്ലെയേഴ്സിനെ കുറിച്ചാണ്. ധ്രുവ് ജുറേലിനെ റീറ്റെയിൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ധ്രുവ് ജുറേൽ ഈ സീസണിൽ ഒരു തരത്തിൽ പോലും ഒരു കൊളുത്ത് രാജസ്ഥാന് വേണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ തോൽവിക്ക് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണവും ധ്രുവ് ജുറേലാണെന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാരണവും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മാത്രമല്ല, സൂപ്പർ ഓവറിൽ ജോഫ്ര ആർച്ചർ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സന്ദീപ് ശർമ്മയെ ഉപയോഗപ്പെടുത്തി എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമായി വരികയാണ്. സന്ദീപ് ശർമ്മ ഒരു പ്രഷർ സിറ്റുവേഷനിൽ എത്രമാത്രം എക്സ്ട്രാസ് കൺസീഡ് ചെയ്യുന്നൊരു ബൗളറാണെന്ന് നമ്മൾ കഴിഞ്ഞ മത്സരം എടുത്ത് നോക്കിയാൽ മതി. മഹേന്ദ്ര സിംഗ് ധോണിക്കെതിരെ സന്ദീപ് ശർമ്മ എറിയുന്ന കാര്യങ്ങളൊക്കെ വിട്ടേക്കും. കഴിഞ്ഞ മത്സരം ഡൽഹിക്കെതിരായ മത്സരത്തിൻ്റെ ഫൈനൽ ഓവർ എടുത്ത് നോക്കിയാൽ അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 5 വൈഡ്, ഒരു നോ ബോൾ, പിന്നാലെ ബൗണ്ടറികൾ. അതുവരെ 3 ഓവറിൽ നിന്ന് 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത സന്ദീപ് ശർമ്മയ്ക്ക് ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോഴേക്കും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ബൗളർക്ക് സൂപ്പർ ഓവർ പോലെ ഒരു എക്സ്ട്രാ പ്രഷർ സിറ്റുവേഷൻ കൊടുക്കുന്നതിൻ്റെ ഔചിത്യം എന്താണെന്നും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെയാണ് തിളങ്ങാൻ സാധിക്കാത്ത ടോപ്പ് ഓർഡറിനെ കുറിച്ചുമൊക്കെ പറയാനുള്ളത്. സഞ്ജുവിന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളൊരു ആശങ്കയും കൂടെ നിലവിൽ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ രാജസ്ഥാൻ ആകെ കൂടി താളം തെറ്റി നിൽക്കുകയാണ്. ഫീൽഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, ഒട്ടനവധി മിസ്ഫീൽഡുകൾ, അതോടൊപ്പം തന്നെ ക്യാച്ച് നേരെ ചൊവ്വേ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ അവസാന പന്തിൽ ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെ ക്യാച്ച് നഷ്ടപ്പെട്ട മഹേഷ് തീക്ഷണയെ കുറിച്ചാണ്. കാരണം സ്റ്റബ്സിൻ്റെ അവസാന പന്തായിരുന്നു അത്. ആ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആ ഇന്നിങ്സിലെ അവസാന പന്തായിരുന്നു. ക്യാച്ചിന് 100% ഉറപ്പുള്ളൊരു ക്യാച്ച് തന്നെയായിരുന്നു. മഹേഷ് തീക്ഷണയുടെ കയ്യിൽ നിന്നും പോയി അത് ഒരു റൺ എക്സ്ട്രാ നേടിയെടുക്കുകയും ചെയ്തു. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഓരോ റണ്ണും വിലപ്പെട്ടത് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യക്തമായിരുന്നു. അത് ഒട്ടനവധി തവണ രാജസ്ഥാൻ വെറുതെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള ടീമായിട്ട് രാജസ്ഥാൻ റോയൽസ് നിൽക്കുകയാണ്. റിയാൻ പരാഗായിരുന്നു ഈ സീസണിൽ ആദ്യം ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരുന്നത്. ആദ്യത്തെ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട് 3ാമത്തെ മത്സരം ജയിക്കുകയും ചെയ്തു. പിന്നാലെ സഞ്ജു സാംസൺ എത്തി. സഞ്ജു ആദ്യത്തെ മത്സരം വിജയിപ്പിച്ചു. പിന്നാലെ അടുത്ത 3 മത്സരങ്ങളും പരാജയപ്പെടുകയാണ്. അതാണ് നിലവിൽ രാജസ്ഥാൻ്റെ സാഹചര്യം. ആര് രക്ഷിക്കാനുണ്ട് ഇനി രാജസ്ഥാനെ പോലൊരു ടീം എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. മലയാളികൾ പലരും രാജസ്ഥാനെ സ്നേഹിക്കാനുള്ളൊരു കാരണം അതിൽ മലയാളി താരമായ സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതേ ടീമിനെ തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും കൂടി ചെയ്യുകയാണ് സമൂഹ മാധ്യമങ്ങൾ. അതിനുള്ള കാരണങ്ങൾ ടീമിലെ ഫോർമേഷൻ ഇല്ലായ്മയും വെടിക്കെട്ട് താരങ്ങളുടെ അഭാവവും നേരെ ചൊവ്വേ പന്തെറിയാൻ അറിയാത്ത ബൗളർമാരും ഒക്കെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സീസണിലെ ഏറ്റവും മോശം ടീമായിട്ട് രാജസ്ഥാൻ റോയൽസ് ഉണ്ടെന്നുള്ളത് പല പോളുകളും ഒപ്പീനിയനുകളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്. രാജസ്ഥാന് കഴിയുമോ? പ്ലേ ഓഫിലെ ആദ്യത്തെ 4 സ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്ന് രാജസ്ഥാൻ ഉറപ്പിക്കാൻ, സഞ്ജു സാംസൺ ഉറപ്പിക്കാൻ?